ഹലോ എവ്രി വൺ, വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഞാൻ നിമിഷ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുക എൻ്റെ മോൻ്റെ ബർത്ത്ഡേയുടെ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 1-ാം തീയതി ആയിരുന്നു കേട്ടോ, ജൂലൈ 1-ാം തീയതി ആയിരുന്നു ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. പക്ഷേ കേക്കിൻ്റെ വീഡിയോസ് ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആണെങ്കിൽ അതിന് ഫോട്ടോസൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പം മോനാണെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഇഷ്ടം കേട്ടോ. പക്ഷേ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആകുമ്പോൾ ഒത്തിരി സിമ്പിളായി പോയിട്ടില്ലേ, ഫ്രണ്ട്സിനും പിന്നെ ആണെങ്കിൽ ഹസ്ബൻഡ് ഓഫീസിലും മോളുടെ കോളേജിലൊക്കെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ആകുമ്പോൾ അത്ര സിമ്പിളായിട്ട് തോന്നുന്നില്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ 1 kg കേക്കാണ് റെഡിയാക്കിയേക്കുന്നത്. ഷുഗർ സിറപ്പ് കൊണ്ട് ഫസ്റ്റ് ലെയർ നമുക്ക് സോക്ക് ചെയ്തെടുക്കാം. പിന്നെ അത് ക്രീമിനകത്താണെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ മേളിൽ കൂടെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സെയിം ഇതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ വരുന്ന കസ്റ്റമർക്കും റെഡിയാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്കും വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടും. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇത് നമുക്ക് 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ 4 ലെയറൊക്കെ ആക്കാം കേട്ടോ. പക്ഷേ ഒത്തിരി ക്രീമായി കഴിഞ്ഞാൽ പിന്നെ ആണെങ്കിൽ മക്കൾക്കൊക്കെ ആണെങ്കിൽ ചുമയൊക്കെ ഇതൊന്നും വരുന്നു കാരണം കൊണ്ട് പേടിച്ചിട്ട് ഞാൻ 3 ലെയറാക്കി വെക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇച്ചിരി മഴ സമയമൊക്കെ ഇല്ലേ, അപ്പോൾ അത് കാരണം നമ്മൾ ഇച്ചിരി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാ ലെയർ ഇതനുസരിച്ച് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ എപ്പോഴും പറയുന്നത് ചോക്ലേറ്റ് ഗനാഷ് ഡബിൾ ബോയിൽ മെത്തേഡിൽ വേണം മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ 1:2 റേഷ്യോയിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ 2 കപ്പ് ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഒഴിച്ചിട്ട് നമുക്ക് വേണം ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഗ്ലേസിങ്ങിന് വേണ്ടിയാണ് ഇത് ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് കൊടുത്താൽ നല്ലൊരു അടിപൊളി ഗ്ലേസിങ് കിട്ടും കേട്ടോ. അപ്പോൾ അതേ എൻ്റെ കേക്കാണെങ്കിൽ ചൂടോടെ ഞാൻ ടിന്നിൽ നിന്ന് എടുത്ത് കാരണം കൊണ്ടാണെങ്കിൽ താഴത്തെ ഭാഗം അങ്ങനെ ഒട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നു കേട്ടോ. അതുകൊണ്ട് പൊട്ടിപ്പോയി. പക്ഷേ അത് നമുക്കൊന്നും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാ ലെയറും അതിൻ്റെ കൂടെ സെറ്റാക്കി എടുക്കുക. സെറ്റാക്കി എടുത്ത് നമുക്കറിയാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ എവിടെ ആയിരുന്നു സെറ്റാക്കിയത്. അത് അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് സെറ്റാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ കണക്ക് നമുക്ക് എല്ലാ ലെയറും റെഡിയാക്കി എടുക്കാം. പിന്നെ ഡിസൈൻ ആണെങ്കിൽ മോൻ തന്നെ സെലക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത് അവന് ഇഷ്ടമുള്ള കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അവന് 4 ലൈൻ ഡിസൈൻ ആയിരുന്നു വേണ്ടത്. അപ്പോൾ സെയിം അതുപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേ ഇവിടെ ആണെങ്കിൽ വൈകുന്നേരം ഞാൻ എപ്പോഴും പറയുന്ന കൂട്ടിന് വൈകുന്നേരമൊക്കെ ഉച്ച സമയത്തൊക്കെ ഞാൻ കേക്കൊക്കെ എപ്പോഴും റെഡിയാക്കുന്നത് കേട്ടോ. ആ സമയത്താണല്ലോ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്നത്. എല്ലാ സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് വീട്ടിലെ പണിയും കാര്യങ്ങളൊക്കെ ആയ കാരണം പിന്നെ എല്ലാവരും രാവിലെ പോകുമല്ലോ, മക്കളും പിന്നെ ഹസ്ബൻഡും എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് പിന്നെ അവർ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ വന്ന് അവർക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ പണിയൊക്കെ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ അന്നേരത്തേക്കാണെങ്കിൽ അച്ഛൻ്റെ ഫോണും വരും. അപ്പം വൈകുന്നേരമാണ് ഒരു നേരം വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നേരം ഞാൻ സംസാരിക്കുകയും ചെയ്യും. പിന്നെ ഇതുപോലെ എൻ്റെ കേക്കിൻ്റെ പണിയും നടത്തുകയും ചെയ്യും. അപ്പോൾ എൻ്റെ മോളെപ്പോഴും വീഡിയോയിലൊന്നും വരാൻ ഭയങ്കര മടിച്ചാണ് കേട്ടോ. അവൾ വീഡിയോയിലൊന്നും വരുത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ അവൾ അറിഞ്ഞില്ല കേട്ടോ അവിടെ ക്യാമറ ചാലും. ഞാൻ ഫോണിൽ ബിസി ആയ കാരണം ഞാൻ അങ്ങനെ ഫോൺ എടുത്ത് പോയ കാരണം കൊണ്ട് ഓഫ് ചെയ്യാനായിട്ട് മറന്നുപോയി കേട്ടോ. അപ്പോൾ അവൾക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവൾ അന്നേരം വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ബോർഡൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അവൾ കൊണ്ട് കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അത്രയും ഭാഗം കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. എഡിറ്റിങ്ങിൽ അതും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അവളിപ്പോൾ വീഡിയോ കാണുമ്പോൾ പറയും, മമ്മി എന്തിനാ എൻ്റെ വീഡിയോസൊക്കെ അതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. അവൾക്ക് തീരെ ഇഷ്ടമല്ല വീഡിയോസിനകത്ത് വരാനായിട്ട്. പിന്നെ അവൾ അറിയാതൊക്കെ കുറേയൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇടുന്നത് കേട്ടോ. എടുത്ത് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇടയ്ക്കൊക്കെ ചില വീഡിയോസൊക്കെയാണ് ചെറുതായിട്ടൊക്കെ അതിനകത്ത് അവൾ വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഇടുന്നത് ഞാനങ്ങനെ. മക്കൾ 2 പേരും മടിയന്മാരാണ് കേട്ടോ. 2 പേർക്കും വരാൻ അത്ര താല്പര്യമില്ല. ഇച്ചിരി നാണം കൂടുതൽ. ഹസ്ബൻഡും അതുപോലെ തന്നെയാണ്. ആരും അങ്ങനെ അധികം വരത്തില്ല കേട്ടോ. പിന്നെ അവരെയൊക്കെ ഇതുപോലെയൊക്കെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഇതുപോലെ വരുമ്പോൾ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇടാറുണ്ട്. ലാസ്റ്റ് ഞാനാണെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഹസ്ബൻഡേയും മക്കളുടെ ഫോട്ടോ എല്ലാം നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. അവൾ എന്തിനും വഴക്കായിരുന്നു എന്നായിരുന്നു ആ സമയത്ത്. ഇത്ര പറഞ്ഞതിന് ശേഷം അവളാണെന്ന് വന്നത്. അതുതന്നെയല്ല, കോളേജിൽ നിന്ന് വന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന സമയമില്ല. അപ്പോൾ അവൾക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ വരാനായിട്ട്. അപ്പോൾ അതേ ആദ്യം വൈറ്റ് ക്രീം കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ബ്ലാക്ക് കളർ ലൈറ്റായി ഇട്ടിട്ട് അതുകൊണ്ട് ഒരു ഫോൾഡ് ലൈൻ കൊടുക്കുക. പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് താഴത്തേക്ക് കൊടുക്കും. പിന്നെ കുറച്ച് ഫോക്സ് ബോളും പേരും ഹാപ്പി ബർത്ത്ഡേ ടാഗും വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ കാണാൻ മനസ്സിലാവും കേട്ടോ. 2 പേർ കിടന്ന് ഇടിക്കുന്നത്. അപ്പം 2 മക്കളൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ ആകുന്നില്ല. മൊത്തം ദിവസം ഇടി തന്നെയാണ് കേട്ടോ. അതിലും ഒരു സ്നേഹമുണ്ട്. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ്.